രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോഴും ഇവിടെ എന്താണ് ഇവരൊന്നും ചില്ലറക്കാരല്ല. ഒരു ശബരിമല പോലെ കോടികൾ ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്രത്തോളം വളരെ കൃത്യമായ ആസൂത്രണത്തിൽ അവിടെ കൊള്ള നടന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല രാഹുൽ. അതിൽ കോടതിക്കും സംശയമില്ല, അതിൽ SITക്കും സംശയമില്ല, ആർക്കും സംശയം, കൃത്യമായ തെളിവുണ്ട്. പക്ഷേ ഇപ്പോഴും കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം എവിടെയെന്നറിയില്ല, ഈ തൊണ്ടി എവിടെയെന്നറിയില്ല. ആ സാഹചര്യത്തിൽ ഇവരെ ജാമ്യത്തിൽ വിട്ട അന്വേഷണം അട്ടിമറിക്കുമെന്ന് കോടതി ഭയക്കുന്ന പ്രതികൾ ജാമ്യത്തിലിറങ്ങി പുറത്തേക്ക് പോകുന്നത് അന്വേഷണത്തെ ഒരു തരത്തിൽ ബാധിക്കില്ല എന്ന് കരുതണോ രാഹുൽ? ഹാഷ്മി, രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പോസിബിലിറ്റി, വലിയ രൂപയ്ക്ക്, കോടിക്കണക്കിന് രൂപയ്ക്ക്, 500 കോടിക്ക്, 100 കോടിക്ക് ഒക്കെ ഇതിന്റെ പഴയ ചെമ്പ് പാളികളുടെ പുറത്തുള്ള സ്വർണ്ണ പാളികൾ മറിച്ച് വിൽക്കുകയോ മുറിച്ച് വിൽക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ കേസ് നിലനിൽക്കില്ല. രണ്ട് തരം അതിനില്ല. ഇന്ന് കാണുന്ന രീതിയിൽ കേസ് നിലനിൽക്കില്ല. ആത്യന്തികമായി 2.5 കിലോഗ്രാം 400 ഗ്രാമിലേക്ക്, 1.5 കിലോഗ്രാം 500 ഗ്രാമിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ അത് ടാലി ഒപ്പിച്ച് ഒരുപക്ഷെ കേസ് അവസാനം തീരും. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ വലിയ ഡീല് നടന്നിട്ടില്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 90 ദിവസത്തോളമായി ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമില്ലാത്തവർക്കെല്ലാം ജാമ്യം കൊടുക്കണം. ശബരിമല അയ്യപ്പൻ ഒരു രാഷ്ട്രീയ വിഷയമല്ല. ശബരിമല അയ്യപ്പൻ ഈ ഇലക്ഷനിലേക്ക് പോകുന്ന പ്രധാന അജണ്ട കോൺഗ്രസിനും BJPക്കും CPMനും ആകരുത്. കാര്യം ശബരിമല അയ്യപ്പനോ അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ വിശ്വാസമോ ഒന്നും ഒരു രാഷ്ട്രീയ വിഷയമാകരുത്. ആ കൊള്ളയുടെ കാര്യത്തിൽ എനിക്ക് CPMന്റെ പ്രതിനിധി പറഞ്ഞ സ്വരം വളരെ ഇഷ്ടപ്പെട്ടു. അവർക്ക് അടക്കം ഏതെങ്കിലും രീതിയിൽ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഒരുപാട് രാഷ്ട്രീയം കലർന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒരാളാണ് തന്ത്രി. തന്ത്രിക്ക് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ശബരിമല തന്ത്രി ദൈവത്തിന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞും ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞും ഒക്കെയാണ് ശബരിമല തന്ത്രി അറസ്റ്റ് ഈ തന്ത്രി 2.5 കോടി കൊണ്ട് ബാങ്കിലിട്ടു, ബാങ്ക് പൊട്ടി, തന്ത്രിക്ക് പരാതിയിൽ ഒരു കുഴപ്പമില്ല. 2.5 കോടിയൊക്കെ എങ്ങനെയാണെന്ന് ഇവിടുന്ന് ബാങ്ക് പൊട്ടിയിട്ട് ആർക്കും പരാതി ഇല്ലായിരുന്നു എങ്ങനെയാന്നേ? രാഹുലൊക്കെ 2.5 കോടി വെച്ച് കണ്ടിട്ടുണ്ടോ? തന്ത്രി കണ്ടുണ്ട്. എല്ലാ ബഹുമാനത്തോടും ചോദിച്ചോട്ടെ തിരിച്ച്, ഈ തന്ത്രിയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം SIT അന്വേഷിക്കാൻ പോവുകയാണോ? രാഹുൽ ഈശ്വർ പറ, കയ്യിൽ നിന്നുള്ള 2.5 കോടി പൊട്ടിപ്പോയിട്ട് ആവിയായി പോയിട്ട് പരാതി ഇല്ലെങ്കിൽ എത്ര കോടിയാന്ന് തന്ത്രിയുടെ ആസ്തി? നമുക്കിവിടെ 2000 രൂപ ഉള്ളിൽ വേവാ ആദ്യ, അവർ 2.5 കോടി പൊട്ടിപ്പോയി, ഒരു പരാതിയില്ല, നത്തിങ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അത് SITയോടാണോ പരാതി പറയേണ്ടത്? മധ്യ തിരുവിതാംകൂറിലെ ഏതെങ്കിലും എവിടെയും കൊടുത്തിട്ടില്ല പരാതി. SITയോടാണോ പരാതി പറയേണ്ടത്? ഇല്ല, എവിടെയെങ്കിലും പരാതി കൊടുക്കണ്ടേ? ആ സ്ഥാപനം രാഹുൽ ഈശ്വർ, നമ്മുടെ കയ്യിൽ ഒരു 20,000 രൂപ നമ്മളവിടെ നിക്ഷേപിച്ച് അത് പൊട്ടി ആ പണം പോയെങ്കിൽ അതിനൊരു 10,000 തിരിച്ചു നമ്മൾ ശ്രമിക്കില്ലേ? 2.5 കോടി, ശരി, മറുപടി പറഞ്ഞോട്ടെ. 2.5 കോടി സ്വാഹ, തന്ത്രിക്ക് യാതൊരു കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ തന്ത്രിയെ മനഃപൂർവ്വം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ വാജിവാഹനം കൊണ്ടുപോയി എന്ന കള്ളക്കഥ പൊളിഞ്ഞപ്പോ ചില ആൾക്കാർ കൊണ്ടുവരുന്നതാണ്. ഒറ്റ വരിയിൽ പറയാം, എന്തൊക്കെയായിരുന്നു തന്ത്രി വീട്ടിലേക്ക് വാജിവാഹനം അടിച്ചുകൊണ്ടുപോയി, 500 കോടി രൂപ എടുത്തോണ്ട് പോയി എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ദേവസ്വം ബോർഡ് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് തന്ത്രിക്ക് വാജിവാഹനം കൊടുത്തു വിട്ടത്. അതായത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച 6 ഇടക്കാല റിപ്പോർട്ടുകളിലെ 5ാം ഇടക്കാല റിപ്പോർട്ട്, അഡ്വക്കേറ്റ് കമ്മീഷൻ കുറുപ്പിന്റെ 5ാമത്തെ ഇടക്കാല റിപ്പോർട്ട് പ്രകാരം ഹൈക്കോടതിയെ അറിയിച്ച് ഹൈക്കോടതി ഇത് മികച്ച രീതിയിൽ നിങ്ങൾ സേവനം നടത്തിയെന്ന് പറഞ്ഞതിന് ശേഷം കൊടുത്തയച്ചതിന് തന്ത്രിയെ കുറ്റക്കാരനാക്കുകയും വീട്ടിൽ നിന്ന് വാജിവാഹനം റെയ്ഡ് ചെയ്യുകയും ചെയ്തു. ഇനി 2, ഹാഷ്മിയോടാണ് നമ്മുടെ ഈ വരുമാനം എത്രയാ രാഹുൽ? പിന്നെയൊന്നും അത്ഭുതമാണ്. അല്ല, 2.5 കോടി നഷ്ടമായിട്ട് പരാതി ഇല്ലെങ്കിൽ തന്ത്രിക്ക് സ്വർണം വിൽക്കണ്ട, തന്ത്രിക്ക് സ്വർണം വിൽക്കേണ്ട പോലെ വരുമാനം അവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു 2.5 കോടി ബാങ്കിലിട്ട് പൊട്ടിപ്പോയി നഷ്ടപ്പെട്ട് പരാതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തൊരു വരുമാനം ആലോചിക്കുക. പണമല്ലേ അവിടെ ദക്ഷിണയായിട്ട് കിട്ടുന്ന പണമല്ലേ? ദക്ഷിണയായിട്ട് കിട്ടുന്ന പണമാണെങ്കിൽ 2.5 കോടി പൊട്ടിയാൽ നോവില്ലേ ജോർജ് ജോസഫ്? ഇത് നോവാത്ത എന്താ? പറയൂ രാഹുൽ. അത് നമുക്ക് അത് സ്വർണ്ണം മോട്ടിച്ച പൈസ അല്ല, സ്വർണ്ണം മോട്ടിച്ച പൈസ അല്ല, അതുമാണ് ദാനം കിട്ടുന്ന പൈസയാണ്. ദാനം കിട്ടുന്ന പണമാണെങ്കിൽ 2.5 കോടി പോയി കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവില്ലേ, വേദന ഉണ്ടാവില്ലേ? മറുപടി കേൾക്കൂ. പൊതുജനം തെറ്റിദ്ധരിക്കരുത്.
സംസാരിക്കാൻ വേണ്ടിയാണ്. ഓർക്കുക, തന്ത്രിയെ കരിവാരിത്തേക്കാനുള്ള സ്ട്രാറ്റജി നോക്കുക. തന്ത്രി വേറെ ഏതോ സ്വകാര്യ സ്ഥാപനത്തിൽ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് കാശിട്ടിരുന്നു. ആ സ്വകാര്യ സ്ഥാപനം പൊട്ടിപ്പോയി. അതിന്റെ കംപ്ലൈന്റ് SITക്ക് കൊടുക്കണോ? SITക്ക് എന്തിനാ അതിന്റെ കംപ്ലൈന്റ് കൊടുക്കുന്നേ? പറയട്ടെ ഹാഷ്മി, അവർ തമ്മിൽ ഡീൽ ചെയ്ത് തീർക്കണം. ഒരു ബന്ധമില്ലെന്ന് വെക്ക്. ഒരു ബന്ധമില്ലെന്ന് വെക്ക്. 2.5 കോടി ഇല്ലാതായ ആവിയായി പോയാൽ ആർക്കും പരാതി ഇല്ലാതിരിക്കുവോ? അങ്ങനെ പരാതി ഇല്ലാതെ വരുന്നേ? പരാതി വേണ്ടേ? ഇനി വല്ലല്ല ഹാഷ്മി, ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. SITക്കെങ്കിലും തന്ത്രി 1 രൂപയുടെ പണമിടപാട് ഈ വിഷയത്തിൽ നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടോ? 1 രൂപയുടെ പണമിടപാട് ശബരിമലയുടെ സ്വർണമോ ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയെന്ന് 1 രൂപയുടെ ഇടപാട് നടത്തിയെന്നുണ്ടോ? തന്ത്രി അനുജ്ഞ നൽകിയില്ല, ഇതാണ് അറസ്റ്റിന്റെ ഗ്രൗണ്ട്. ആചാരങ്ങൾ ലംഘിച്ചു, വാജിവാഹനം, ഇതൊക്കെയല്ലേ ഗ്രൗണ്ട്. ഇതും തന്ത്രിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം വർഷങ്ങളോളം പണിപ്പെട്ട് ഒരുപാട് അമ്പലങ്ങളിൽ പോയി സമ്പാദിച്ച സ്വത്ത്, അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഒരുപാട് അമ്പലത്തിൽ പോയി സമ്പാദിച്ച സ്വത്ത് ബാങ്കിലിട്ട് ബാങ്ക് പൊട്ടി പണം പോയി, ഒരു പരാതിയില്ല, തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമവുമില്ല. അധ്വാനിച്ച പണമാണെങ്കിൽ 2 കോടി പോയിട്ട് 2000 രൂപ പോയ വേദനിക്കില്ലേ രാഹുലെ? നോർമൽ യുക്തിയല്ലേ? ഹാഷ്മിക്ക് എങ്ങനെ അറിയാമില്ലെന്ന്? അല്ല, അങ്ങ് പറ പരാതി ഉണ്ടെങ്കിൽ. SITയോട് ബന്ധപ്പെട്ടവരോ നയിക്കുന്ന പ്രൊപ്പഗാൻഡയല്ലേ? ഇല്ല, താങ്കൾ പറയും പരാതി കൊടുത്തു, താങ്കൾ പറയൂ പരാതി കൊടുത്തു, ഇന്ന പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു എന്ന് പറയും. മറുപടി കേൾക്കൂ. വലിയ പരാതി ഇല്ല, അതുകൊണ്ടാണ്. പണമിടപാടിന്റെ സ്ഥാപകർ ഒരുപാട് പേർക്ക് വ്യക്തിപരമായി തിരിച്ചു കൊടുക്കാമെന്നും മറ്റു അഷ്വറൻസ് നൽകിയിരുന്നു. വ്യക്തിപരമായി ഒരുപാട് പേർക്ക് കൊടുക്കാമടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. അതും ഈ കേസും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലാത്ത 2 കാര്യങ്ങൾ കണക്ട് ചെയ്ത് തന്ത്രിയെ കരിവാരിത്തേക്കാൻ വേണ്ടിയല്ലേ? SITക്ക് പോലും അഭിപ്രായം ഇല്ലല്ലോ. ഹാഷ്മി പറയുന്ന SITക്ക് പോലും ഈ അഭിപ്രായമില്ല. SIT അറസ്റ്റ് ചെയ്ത് ഈ 2.5 കോടിയായിട്ട് ബന്ധപ്പെട്ടാണോ? തന്ത്രിയുടെ ജീവിതത്തിൽ തന്ത്രി വർഷങ്ങളോളം പണിപ്പെട്ടുണ്ടാക്കി സ്വന്തം ശാന്തിക്ക് പോയി ഉണ്ടാക്കിയ കാശ് അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഈ കാലഘട്ടത്തിലാണോ അത്? മുമ്പല്ലേ? അപ്പം മനഃപൂർവ്വം തന്ത്രിയെ കരിവാരി തേച്ചാൽ ചില ആൾക്കാരെ സംരക്ഷിക്കാം എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളൊന്നും ആരെയും കരിവാരി തേക്കില്ല. ശ്രീ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു ആരോപണവും ഒരു വിശ്വാസി ഉന്നയിക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ തെളിവില്ല, മന്ത്രിക്ക് നേരിട്ട് ഇതിൽ ബന്ധമില്ല. അപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി തന്ത്രിയെ കൊടുക്കുന്നതോ മന്ത്രിയെ കൊടുക്കുന്നതോ ശരിയല്ല. അതായത് ചില ആൾക്കാർക്ക് മന്ത്രിയെ കുടുക്കിയാലാണ് രാഷ്ട്രീയ ലാഭം, ചില ആൾക്കാർക്ക് തന്ത്രിയെ കുടുക്കിയാലാണ് രാഷ്ട്രീയ ലാഭം. തന്ത്രിയെ കുടുക്കിയോണ്ട് ഇനി മന്ത്രിയെ കൂടെ കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം ആരും ഇല്ലാത്ത സമയത്ത് ഞങ്ങളെ സഹായിച്ച സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതുകൊണ്ട് ഇനി കടകംപള്ളി സുരേന്ദ്രനെയും കൂടെ കുടുക്കി കഴിഞ്ഞാൽ തന്ത്രിയും മന്ത്രിയും ഒരുമിച്ച് ജയിലിൽ നിന്ന് പ്രാസം ഒപ്പിച്ച് വാർത്ത വായിക്കാം എന്ന് ഞങ്ങൾക്കാർക്കും ആഗ്രഹമില്ല. ഇവിടെയാണ് ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്ത എല്ലാവർക്കും, വാസു സാറിനടക്കം ബാക്കി ഒരുപാട് പേർക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ജാമ്യം കൊടുക്കണം. ഇനി 2 ശങ്കർദാസ് സാറിനെ അടക്കം എത്ര ദിവസമായി ഇപ്പം ജയിലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ജയിലിനുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയിൽ കിടക്കുന്നു. എന്തിനാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്? ഇവർക്ക് മഹസർ വാല്യൂവിൽ സാക്ഷി വാല്യൂ മാത്രമേ ഉള്ളൂ. ഈ മഹസർ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അതിന് സാക്ഷി വാല്യൂ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ എത്ര ആഴ്ചകളും മാസങ്ങളുമായി ജയിലിൽ കിടക്കുകയാണ്. എന്ത് ബന്ധമാണ് ഇവർക്ക് ഇതുള്ളത്? അതുകൊണ്ട് ഈ കേസ് ഈ രീതിയിലാണെങ്കിൽ കേസ് മുമ്പോട്ട് പോകില്ല. തന്ത്രി അടക്കം കള്ളക്കേസിൽ കൊടുക്കുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഹൈക്കോടതിയുടെ അനുമതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി വന്നിട്ടുണ്ട്. വാജിവാഹനം അടക്കം തന്ത്രി ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നിരപരാധിയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പോലും അധ്വാനിച്ച് ദേഹമനങ്ങി വേർത്ത് കിട്ടുന്ന 2.5 കോടി പോയിട്ട് 200 രൂപ പോയാൽ നമുക്ക് നോവും. പരാതിയില്ലാത്ത തന്ത്രിയുടെ നടപടിയിൽ നമുക്ക് അത്ഭുതമാണ്. ഈ ബന്ധമില്ല, ഈ കേസ് ബന്ധമുണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.